വോട്ട് ചെയ്തു പോയവർ അറിയുന്നുണ്ടോ തങ്ങൾ നൽകിയ വോട്ടുകൾ എങ്ങനെയാണ് ഇത്ര കൃത്യതയോടെ എണ്ണി തിട്ടപ്പെടുത്തുന്നതെന്ന്? തെരഞ്ഞെടുപ്പ് പോലെ തന്നെ കുറ്റമറ്റ സംവിധാനത്തിലൂടെയാണ് വോട്ടെണ്ണൽ പ്രക്രിയ നടക്കുന്നത്. അത് എങ്ങനെയാണെന്ന് നോക്കാം. 4-ാം തീയതി, അതായത് നാളെ രാവിലെ 6 മണിക്ക് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ കൗണ്ടിംഗ് സ്റ്റേഷനിൽ ഹാജരാകുന്നതോടെ ഈ അതിവിപുലമായ പ്രക്രിയയ്ക്ക് തുടക്കമാകും. പിന്നാലെയാണ് വരണാധികാരി മുതൽ സ്ഥാനാർത്ഥികളും സ്ഥാനാർത്ഥി ചുമതലപ്പെടുത്തിയ തങ്ങളുടെ ഏജന്റുമാരും എത്തിച്ചേരേണ്ടത്. പിന്നീട് സ്ട്രോങ് റൂമിന്റെ സീൽ ഭദ്രമെന്ന് ബോധ്യപ്പെട്ട ശേഷം അതിന്റെ പൂട്ട് തുറക്കും. ഒപ്പം തന്നെ വോട്ടെണ്ണൽ യന്ത്രങ്ങൾ എത്തിച്ചേരുകയും അത് മേശപ്പുറങ്ങളിൽ സ്ഥാപിക്കുകയും ചെയ്യും. ഇതെല്ലാം ബന്ധപ്പെട്ടവർ ക്യാമറയിൽ പകർത്തുന്നുണ്ടാകും. കൃത്യം രാവിലെ 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. ഒരു റൗണ്ട് പൂർത്തിയാകുന്നതോടെ സ്ഥാനാർത്ഥികളുടെ പേരും ലഭിച്ച വോട്ടുകളും വലിയ ബോർഡിൽ പ്രദർശിപ്പിക്കും. തെരഞ്ഞെടുപ്പ് നിരീക്ഷകരും വരണാധികാരികളും പരിശോധിച്ച ശേഷമാകും ഇതിന്റെ ഔദ്യോഗിക അറിയിപ്പുണ്ടാകുക. ഇത്ര കൃത്യത ഉറപ്പാക്കാൻ നിരീക്ഷകരുടെ പുനഃപരിശോധനയും ഉണ്ടാകും. ഈ സമയം സ്ഥാനാർത്ഥികളോ അല്ലെങ്കിൽ അവരുടെ ഏജന്റുമാരോ നിരീക്ഷകരായി അടുത്തുണ്ടാകും. സ്ഥാനാർത്ഥികളും ഏജന്റുമാരും മൊബൈൽ ഫോൺ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ കൊണ്ടുവരാൻ പാടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന് മാത്രമാണ് ഇതിൽ ഇളവ് ലഭിക്കുക. എങ്കിൽ തന്നെയും വോട്ടെണ്ണലിന് മുമ്പുള്ള OTP സ്വീകരിക്കാൻ മാത്രമേ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടുള്ളൂ. വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ കയറാൻ പുതിയ നിബന്ധനകളും ഈ തെരഞ്ഞെടുപ്പോടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രവേശനാനുമതിയുള്ള സ്ഥാനാർത്ഥികളും ചുമതലപ്പെട്ട സാങ്കേതിക വിദഗ്ധരും മുതൽ വരണാധികാരിയും വരെ QR കോഡുള്ള തിരിച്ചറിയൽ കാർഡ് ഹാജരാക്കണമെന്നാണ് നിലവിൽ വന്ന നിയമം. ഇത്രമാത്രം സൂക്ഷ്മതയോടെയും തികഞ്ഞ നിഷ്കർഷതയോടെയുമാണ് വോട്ടെണ്ണൽ പ്രക്രിയ പൂർത്തിയാകുന്നത്.